സ്വർണ്ണക്കടത്ത് കേസുമായി പ്രതിക്ക് വേണ്ടി ജഡ്ജിക്ക് കോഴ വാഗ്ദാനം ചെയ്തതായി വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരും. സാലി, എന്തൊക്കെയാണ്, ഏത് ജഡ്ജിയാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത്? അജിംഷാദ്, നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയിൽ ഇന്ന് അത്യന്തം നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. ജസ്റ്റിസ് കെ ടി ശങ്കരൻ, ജസ്റ്റിസ് ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. കോഫപ്പേസ പ്രകാരമുള്ള തടങ്കലിൽ നിന്ന് പ്രതികളെ ഒഴിവാക്കണമെന്നായിരുന്നു ഇന്ന് പരിഗണിച്ച ഹർജിയിലെ ആവശ്യം. ഇത് പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ താൻ ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നു എന്ന് തുറന്ന കോടതിയിൽ അറിയിച്ചത്. പ്രതികൾ തനിക്ക് 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തതായി അദ്ദേഹം തുറന്ന കോടതിയിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രതികളിൽ ഒരാളായ നൌഷാദിന് വേണ്ടിയായിരുന്നു ഇത്തരമൊരു കോഴ വാഗ്ദാനം. പ്രതികളെ തടങ്കലിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ജഡ്ജിക്ക് ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് 25 ലക്ഷം രൂപയും പിന്നീട് ബാക്കി പണവും നൽകാമെന്ന് തന്നെ ഒരാൾ സമീപിക്കുകയായിരുന്നു എന്നും ജസ്റ്റിസ് കെ ടി ശങ്കരൻ തുറന്ന കോടതിയിൽ വെളിപ്പെടുത്തി. ഏതായാലും ഈ സാഹചര്യത്തിൽ താൻ കേസിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷെ ഉത്തരവിൽ അദ്ദേഹം ബാഹ്യമായ ചില കാരണങ്ങളാൽ താൻ കേസിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കേസിൽ നിന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അദ്ദേഹം തുറന്ന കോടതിയിൽ പറഞ്ഞ കാര്യം ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ നൌഷാദ് എന്ന പ്രതിക്ക് വേണ്ടി അയാൾക്ക് കോഫപ്പോസ ഒഴിവ് നൽകാനായിട്ടാണ് കോഴ വാഗ്ദാനം ചെയ്തത്. 25 ലക്ഷം രൂപയാണ് ജഡ്ജി കെ ടി ശങ്കരന് നൽകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ ഒഴിയുന്നത് എന്ന് പറഞ്ഞത്. കോഴ വാഗ്ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയോ? തുറന്ന കോടതിയിലാണോ ഇത് പറഞ്ഞത്? സാലി, അജിംഷാദ്, ഓപ്പൺ കോർട്ടിലാണ് ഇത് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതൽ സംഭവവികാസങ്ങളിലേക്ക് കടക്കാനോ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കാനോ ജസ്റ്റിസ് കെ ടി ശങ്കരൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: താൻ ഈ കേസിൽ നിന്ന് പിന്മാറുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് കോഴ വാഗ്ദാനം ഉണ്ടായി. അതിൽ നിന്ന് അദ്ദേഹം അല്പം കൂടി വിശദീകരിച്ചത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 25 ലക്ഷം രൂപയും പിന്നീട് ബാക്കി പണവും നൽകാമെന്ന് പറഞ്ഞ് ഈ കേസിലെ പ്രതികളിൽ ഒരാളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തന്നെ സമീപിച്ചിരുന്നു. ആ വാഗ്ദാനം ഞാൻ നേരിട്ട് സമീപിച്ചു എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തെ സമീപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ടാണോ ഏതെങ്കിലും തരത്തിൽ ഫോൺ മുഖാന്തരമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. നേരിട്ട് തന്നെ സമീപിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം ഓപ്പൺ കോടതിയിൽ പറഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ താൻ കേസ് കേൾക്കുന്നത് ശരിയല്ല, താൻ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് അദ്ദേഹം വാക്കാൽ പരാമർശിക്കുകയായിരുന്നു. പിന്നീട് ഉത്തരവിൽ ബാഹ്യമായ ചില കാരണങ്ങളാൽ, വെളിപ്പെടുത്താനാവാത്ത ചില കാരണങ്ങളാൽ താൻ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് അദ്ദേഹം ഉത്തരവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വ്യക്തമാണ് സാലി മുഹമ്മദ്. ഒരു പക്ഷേ അപൂർവമാണ് ഇത്തരം സാഹചര്യങ്ങൾ എന്നുകൂടി പറയേണ്ടതുണ്ട്. ജഡ്ജിക്ക് കോഴ വാഗ്ദാനം ചെയ്തു. കെ ടി ശങ്കരൻ നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറി. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് സാലി മുഹമ്മദ് നൽകിയത്.